ഹലോ റോൺ ടെക്കി വിസാർഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവോയുടെ ഏറ്റവും പുതിയ മോഡലായ വിവോ X80 ആണ് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വീഡിയോയിലേക്ക് വേണ്ടി ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് സെൽ പോയിൻറ്റ് സ്മാർട്ട് ഫോൺ ഗാലറി എന്ന് പറയുന്ന അടൂരുള്ള ഷോപ്പാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിവോയുടെ X80 എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പാക്കിംഗ്. ആസ് യൂഷ്വൽ എക്സ് സീരീസിൽ വരുന്ന ആ ഒരു സെയിം പാക്കിംഗ് സ്ക്വയർ മെത്തേഡ് അതൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് X80 എന്ന് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഈ ഒരു പ്ലാസ്റ്റിക് പീൽ ഓഫ് ചെയ്യാം. ആൻഡ് യെസ്, വിവോയുടെ ഈ ഒരു എക്സ് സീരീസിലെ പാക്കിംഗ് എപ്പോഴും എക്സൈറ്റിംഗ് ആയിരിക്കും. അതായത് എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റി എപ്പോഴും ഒരു എക്സ്പീരിയൻസ് ലൈക്ക് ഒരു അൺബോക്സിങ് ഫീൽ ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഡിവൈസ് ഇവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും. ഇതാണ് വിവോയുടെ X80 എന്ന് പറയുന്ന ഡിവൈസ്. ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ബാക്കി പാക്കിംഗ് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വലിയൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്താണ് നമ്മുടെ ചാർജറും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. 80 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചാർജർ ബ്രിക്കാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ കറസ്പോണ്ടിങ് Type A to Type C ഡേറ്റ കേബിളും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റുള്ള ബ്രാൻഡ്സ് മറന്നുപോയ ഇയർഫോൺസ് എന്ന് പറയുന്ന സംഭവം നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. വിവോയുടെ സ്റ്റാൻഡേർഡ് ഇയർഫോൺസും അതിൻ്റെ ടിപ്സും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. വേറൊരു ബോക്സ് ഉണ്ട്. അതിൽ നമുക്ക് ബാക്ക് കവേഴ്സും പേപ്പർ വർക്ക്സും പിന്നെ നമ്മുടെ സിമുലേറ്റർ ടൂളുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡിവൈസിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബാക്ക് കവറാണ്. ഒരു സിമ്പിൾ ബാക്ക് കവറാണ് കൊടുത്തേക്കുന്നത്. ഫോൺ കളറുമായിട്ട് മാച്ച് ആവുന്ന ഒരു ബാക്ക് കവറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ പുറത്തെടുക്കാം അല്ലേ. ആൻഡ് യെസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ വിവോ X80 എന്ന് പറയുന്ന ഡിവൈസ്. കാണുമ്പോൾ തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് പ്രീമിയം. ആ ഒരൊറ്റ വാക്കാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള ഡിസൈനാണ്. കൂടുതലുള്ള ബാക്ക് കവർ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളറിന് മാച്ച് ആയിട്ടുള്ള ബാക്ക് കവറാണ് ഇവരുടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു ക്യാമറ മൊഡ്യൂളും അതിനകത്ത് 3 ക്യാമറയും സീസിൻ്റെ ബ്രാൻഡിങ്ങും ഫ്ലാഷും കാണാൻ പറ്റും. നല്ല സ്റ്റൈലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടനും വോളിയം റോക്കേഴ്സും കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് സെക്കൻഡറി മൈക്രോഫോൺസും പിന്നെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു ടാഗ് ലൈൻ അവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ താഴെയായിട്ടാണ് നമ്മുടെ Type C പോർട്ടും സ്പീക്കറും സിം ട്രേയും നൽകിയേക്കുന്നത്. മൈക്കും അവിടെ തന്നെയാണ്. ഈ ഒരു ഡിവൈസിന് നമുക്ക് ലഭിക്കുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് സർഫസ് ആണ്. നല്ല സ്ലിപ്പറി ആയിട്ടുള്ള സർഫസ് ആണ്. നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ തെന്നി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. 203 ഗ്രാമാണ് ഇതിന് വെയിറ്റ് വരുന്നത്. 8.3 മില്ലിമീറ്റർ ആണ് തിക്നെസ്. അതുപോലെ ബാക്കും ഫ്രണ്ടും ഗ്ലാസ് കൊണ്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. വലിയൊരു ഫോണാണ്. 203 ഗ്രാമൊന്നും കയ്യിൽ വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല. നല്ല വെയിറ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെന്ന് തന്നെ പറയാം. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ വലിയൊരു 6.78 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 2400x1080 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. HDR10+ൻ്റെ സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഓഫ് കോഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റിംഗ് വരുന്നുണ്ട്. 3D കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1000 നിറ്റ്സിൻ്റെ മാക്സ് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റസ്റ്റ് പാനലുമാണ്. നല്ല വ്യൂയിങ് ആംഗിൾസും ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു വലിയ ഡിസ്പ്ലേയും അതുപോലെ തന്നെ കർവ്ഡ് സ്ക്രീനും HDR10+ൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് കിടിലമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിലെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എക്സലൻ്റ് തന്നെയാണ്. Android 12 ബേസ് ചെയ്തിട്ടുള്ള FunTouchOS 12 ആണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് ക്യാമറ UIയിൽ തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. മീഡിയടെക്കിൻ്റെ Dimensity 9000 ആണ് ഇതിലെ പ്രോസസ്സറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. Mali G710 MC10 ആണ് GPU. ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BGMI വെച്ച് പറയുമ്പോൾ സ്മൂത്തിൽ നമുക്ക് 90 FPS അതുപോലെ തന്നെ അൾട്രാ HDയിൽ അൾട്രയാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം ഗ്രാഫിക് സെറ്റിംഗ്സ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ലിക്വിഡ് കൂളിംഗ് സെറ്റപ്പും ഒക്കെ നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ Apex Legends എന്ന് പറയുന്ന ഗെയിമും BGMI അല്ലാതെ ഞാൻ കളിച്ചു നോക്കി. എല്ലാത്തിലും ഹൈ ഗ്രാഫിക്സിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ + 12 മെഗാപിക്സൽ + 12 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. സീസിൻ്റെ കൊളാബറേഷനിലൂടെയാണ് ഈ ഒരു പ്രോഡക്റ്റിലെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. അതുപോലെ IMX860 ആണ് മെയിൻ സെൻസറായിട്ട് വരുന്നത്. വിവോയുടെ V1+ ചിപ്പ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ചിപ്പും ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനായിട്ട് വിവോ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ക്യാമറ UI ഒരുപാട് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. V23 Pro യൂസ് ചെയ്തപ്പോഴും ഇതേ ഫീൽ തന്നെയാണ് എനിക്ക് വന്നത്. ഇതിൽ നമുക്ക് 50 മെഗാപിക്സൽ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ് ഫോട്ടോ, വീഡിയോ പ്രോ, മോർ എന്ന് പറയുന്ന കുറേ ഓപ്ഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോയിൽ തന്നെ നമുക്ക് പ്രോ വീഡിയോസും എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ
വീഡിയോഗ്രാഫേഴ്സിന് വേണ്ടി ഇമ്പ്രൂവ് ചെയ്യാൻ കുറേയധികം ഫീച്ചേഴ്സ് ഇവർ കൊടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 4K to 60 FPS വരെ നമുക്ക് മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും ഹൈലൈറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസേഷനും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ഇതിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് അധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ടെലിപ്രോംപ്റ്ററും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസും പിന്നെ കുറേ അധികം കളർ ഗ്രേഡിങ്ങിനുള്ള കാര്യങ്ങളും അങ്ങനെ നമുക്ക് കൺവീനിയൻ്റ് ആവുന്ന കുറേ അധികം കാര്യങ്ങൾ വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓൾറെഡി സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസ് ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും. 4K 60 ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ലഭിക്കുന്നുണ്ട്. അതോടെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ എത്ര തിരിച്ചാലും 360 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ പോലും ആ വിഷ്വൽ ലോക്ക് ആയിരിക്കും. ഇതേപോലെ തന്നെ അപ്പം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ലോക്കായിട്ട് ആ വിഷ്വൽ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ രീതിയിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ഗിംബലിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്യുന്ന പോലെ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടും. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കിഡൻ ഫീച്ചർ എന്ന് തന്നെ ഞാൻ പറയും. കാര്യം വീഡിയോഗ്രാഫി എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഒരു ഫോണിൽ വരുമ്പം കിള്ളൻ തന്നെയാണ്. അത് എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ കളർ ആക്യുറസിയൊക്കെ നോക്കുവാണെങ്കിലും ക്യാമറ വൈസ് എനിക്ക് കുറേ അധികം കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. V23 Pro ഉപയോഗിച്ച് നോക്കിയപ്പോഴും വീഡിയോഗ്രാഫിക്ക് വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ഇവർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് 20x മാക്സിമം സൂമാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. അതുപോലെ അൾട്രാ വൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫീൽഡ് ഓഫ് വ്യൂ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. 1080p അറ്റ് 30 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഇംപ്രഷനിൽ ഫ്രണ്ട് ക്യാമറയിലെ ആവറേജ് ഒരു വിഷ്വൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് 1080p 30 FPS മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. V23 Pro നമ്മൾ നോക്കുവാണെങ്കിൽ 4K 60 നമുക്ക് ഫ്രണ്ട് വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നമുക്കൊരു 1080p 60 എങ്കിലും മിനിമം കൊടുക്കാമായിരുന്നു. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. സോ ഓവറോൾ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ് ആയിട്ടുള്ള കുറേ അധികം നല്ല ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും ഫീൽഡ് ഓഫ് വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരുപാടുണ്ട്. നമുക്ക് നല്ല വൈഡ് ഫോട്ടോസ് ഫ്രണ്ടിലും ബാക്കിലും എടുക്കാൻ സാധിക്കുന്നത്. ബയോമെട്രിക്സ് നോക്കുവാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിങ്ങും ഫേസ് ഐ ഡി ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. എടുത്തു വരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ ഇത് 5G ഹാൻഡ്സെറ്റ് ആണ്. 11 5G ബാൻഡ്സ് ആണ് ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കോസ്മിക് ബ്ലാക്ക്, അർബൻ ബ്ലൂ ഈ രണ്ട് കളർ വേരിയന്റിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ട്. ബ്ലാക്ക് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. 8 128GB വേരിയന്റും 12 256GB വേരിയന്റും ആണ് നമുക്ക് ഇതിൽ രണ്ട് വേരിയന്റ് ആയിട്ട് ലഭിക്കുന്നത്. 55,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 60,000 രൂപയാണ് 12 256GB അതായത് ഇതിൻ്റെ മാക്സിമം വരുന്ന വേരിയന്റിനുള്ള പ്രൈസ്. അപ്പോൾ ഇത്രയുമാണ് ഓവറോൾ ഒരു ക്വിക്ക് റിവ്യൂ എന്ന നിലയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ നമുക്ക് ഇതുപോലെ കിഡ്ലൻ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.